കാലത്തിനൊത്ത് കോലം മാറണമെന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ കേംബ്രിഡ്ജ് ഡിക്ഷണറിയും ന്യൂജൻ ആവുകയാണ്. 2K കിഡ്സ് ഒക്കെ സ്കിബിഡി, ഡെലൂലു എന്നൊക്കെ പറയുമ്പോൾ അയ്യേ ഇതെന്ത് ഭാഷ എന്ന് മുഖം ചുളിച്ചവർ ശ്രദ്ധിക്കുക. ഈ വാക്കുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ് കേംബ്രിഡ്ജ് ഡിക്ഷണറി. ഏതൊക്കെയാണ് കേംബ്രിഡ്ജ് അപ്രൂവൽ നേടിയ വാക്കുകളെന്ന് നോക്കിയാലോ. ആദ്യത്തേത് സ്കിബിഡി. എങ്ങനെയും ഉപയോഗിക്കാവുന്ന പദമാണിത്. യൂട്യൂബിൽ നിരവധി സീസണുകൾ തകർത്താടിയ സ്കിബിഡി ടോയ്ലറ്റ് എന്ന സീരീസിൽ നിന്നാണ് സ്കിബിഡിയുടെ തുടക്കം. സംസാരിക്കുന്ന ടോയ്ലറ്റുകളായിരുന്നു ഈ സീരീസിന്റെ ഹൈലൈറ്റ്. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എന്നാൽ ഉപയോഗിക്കുന്ന സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് അതിനൊരു അർത്ഥമുണ്ടാകും താനും. കേംബ്രിഡ്ജ് നിഘണ്ടു ഇതിനെ നിർവചിക്കുന്നത് നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്നിങ്ങനെ വിവിധ അർത്ഥങ്ങൾ ഉണ്ടാകാൻ കഴിയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ ഒരു യഥാർത്ഥ അർത്ഥവുമില്ലാതെ തമാശയായി ഉപയോഗിക്കുന്ന വാക്ക് എന്നാണ്. എന്തോട്ട് സ്കിബിഡിയ എന്ന് ചോദിച്ചാൽ എന്തോട്ട് തേങ്ങയ എന്നൊരു തൃശൂർ സ്ലാങ്ങിന് സമമാകും. ഗംഭീര സദ്യ എന്ന് പറയാനും മോശം ഭക്ഷണമെന്ന് പറയാനും സ്കിബിഡി ഉപയോഗിക്കാം. ബട്ട് സിനിമയിൽ പറയും പോലെ മുദ്ര ശ്രദ്ധിക്കണം. ടോണും മോഡുലേഷനും മനസ്സിലാക്കിയാലേ എന്തർത്ഥത്തിൽ സ്കിബിഡി ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കാനാകും. ഇനി ഡെലൂലു. ഡെല്യൂഷൻ അഥവാ ഭ്രമാത്മകത എന്നതിന്റെ ക്യൂട്ട് ചുരുക്കപ്പേര്. എന്ന് വെച്ചാൽ യഥാർത്ഥമല്ലാത്ത എന്തെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ അതിനെ ഡെലൂലു എന്ന് വിളിക്കാം. ഇതിനെക്കുറിച്ച് അവർക്കൊരു ബോധ്യവും തമാശ രൂപേണയുള്ള സമീപനവും ഉണ്ടായിരിക്കും. അതേസമയം ചിലപ്പോൾ ഉള്ളതല്ലെങ്കിലും സ്വന്തം കഴിവുകളിലും ആഗ്രഹങ്ങളിലും ശക്തമായ വിശ്വാസമുള്ള ഒരാളെ വിശേഷിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ്, ട്രെഡ് വൈഫ്. പരമ്പരാഗതമായി ഭാര്യമാരുടേതെന്ന് കരുതപ്പെടുന്ന ചില ഉത്തരവാദിത്വങ്ങളുണ്ടല്ലോ, കുടുംബത്തെയും കുട്ടികളെയും നോക്കലും മറ്റും. അതൊക്കെ ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലൂടെ ആ മട്ടിൽ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളെയാണ് ട്രെഡ് വൈഫ് എന്ന് വിളിക്കുന്നത്. ഇനി ല്യൂക്ക്. RuPaul's Drag Race എന്ന ഷോയിലൂടെയാണ് ല്യൂക്ക് പ്രചാരത്തിലായത്. ശ്രദ്ധാപൂർവം രൂപകൽപ്പന ചെയ്തതും അവതരിപ്പിച്ചതുമായ വസ്ത്രങ്ങളെ ഇത് സൂചിപ്പിക്കുന്നു. കേംബ്രിഡ്ജ് ഇതിനെ തികച്ചും വേറിട്ട ഒരു ശൈലി, ഫാഷൻ അല്ലെങ്കിൽ വസ്ത്രം, പ്രത്യേകിച്ച് അസാധാരണവും ആകർഷകവുമായ ഒന്നെന്ന് നിർവചിക്കുന്നു. ഇനിയാണ് ബ്രോലിഗാർക്കി. ബ്രോ അല്ലെങ്കിൽ കൂട്ടുകാരൻ എന്നൊക്കെ പറയാമല്ലോ എന്ന ആശയവും ഒലിഗാർക്കി എന്ന അധികാരം കയ്യിലുള്ള ഒരു ചെറുകൂട്ടം എന്ന ആശയവും ചേർന്നതാണ് ഈ വാക്ക്. വലിയ സമ്പത്തും അധികാരവുമുള്ള ഒരു കൂട്ടം പുരുഷന്മാരെ, പ്രത്യേകിച്ചും ടെക് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സൂചിപ്പിക്കുന്നതാണ് ഈ പദം. ഇലോൺ മസ്ക്, മാർക്ക് സക്കർബർഗ് തുടങ്ങിയവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്താണാവോ മൗസ് ജിഗ്ലർ? എല്ലാ തൊഴിലിടത്തിലും കാണും ഇവർ. പക്ഷെ ഇതൊരു പദമായി ശ്രദ്ധ ആകർഷിച്ചത് കോവിഡ് അനന്തരമാണ്. പ്രത്യേകിച്ച് പണിയൊന്നും എടുത്തില്ലെങ്കിലും പണിയെടുക്കുന്നതായി നടിക്കുന്നവരുണ്ടല്ലോ, അതിനെ സൂചിപ്പിക്കുന്നതാണ് മൗസ് ജിഗ്ലർ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, വർക്ക് സ്പൗസ്. ജോലി സ്ഥലത്ത് വളരെ അടുപ്പമുള്ള എന്നാൽ റൊമാൻറ്റിക് അല്ലാത്ത ബന്ധം പുലർത്തുന്നതിനെയാണ് കേംബ്രിഡ്ജ് വർക്ക് സ്പൗസ് എന്ന് വിളിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വളരെ ഡിപ്പെൻഡന്റ് ആയ രണ്ടുപേരാകും ഇവർ. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഹെൽപ്പുമായിരിക്കും. ഇനി വാൽകഷ്ണം. കാലാനുസൃതമായി ബന്ധങ്ങളിൽ പോലും പല മാറ്റങ്ങളും വരുന്നുവെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ പദങ്ങളിൽ പലതും. എന്തായാലും കേംബ്രിഡ്ജ് തങ്ങളുടെ ഓൺലൈൻ നിഘണ്ടുവിൽ ഇവ ഉൾപ്പെടുത്തുന്നതോടെ ഭാഷാ പ്രയോഗത്തിൽ ഓൾഡ് ജനും ഇനി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയേക്കും.